സിനിമാ കോൺക്ലേവ് ഫെബ്രുവരിയിലെന്ന് സിനിമാ നയരൂപീകരണ സമിതി അധ്യക്ഷൻ ഷാജി എൻ കാരുൺ. 30 വർഷമെങ്കിലും നിലനിൽക്കുന്ന സിനിമാ നയം ഉടനുണ്ടാകുമെന്ന് ഷാജി എൻ കാരുൺ 24-നോട് പറഞ്ഞു. തുല്യത ഉറപ്പാക്കുന്നതും സ്ത്രീപക്ഷ കാഴ്ചപ്പാടുകൾ ഉയർത്തിപ്പിടിക്കുന്നത് നയമാകും മനസ്സിലെന്ന് ഷാജി എൻ കാരുൺ. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. കോൺക്ലേവ് എന്നത്തേക്കായിരിക്കും സാർ ഉണ്ടാവുക? ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ ഈ നവംബറിലായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ഇതിപ്പം പലരെയും അറിയപ്പെടുന്ന ആൾക്കാരുടെയും ഒക്കെ കൊണ്ടുവരുന്ന ഡേറ്റുകളൊക്കെ അതിനകത്ത് ബന്ധപ്പെട്ട് കിടക്കുന്ന പോലെ തന്നെ അപ്പോൾ ഡിസംബർ കഴിഞ്ഞിട്ട് പിന്നെ അവരുടെയും കൂടെ ഡേറ്റ് ഏതാണ്ട് ഒരു ഫെബ്രുവരിയോടുകൂടി അത് ചെയ്യണം എന്നുള്ളൊരു വിശ്വാസത്തിലാണ്, ആ ഗോളിലാണ് നമ്മൾ പോകുന്നത്. ഉടൻ നമുക്കൊരു സിനിമാ നയം ഉണ്ടാകും. കോടതിയിലടക്കം അത്തരത്തിലുള്ള ആവശ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട്. അത് വേണ്ടതാണ്, പലയിടത്തും ഉണ്ടായി. പക്ഷെ നമ്മുടെ ഒരു നയം എന്ന് പറയുന്ന ഒരു 30 വർഷമെങ്കിലും നിലനിൽക്കുന്ന നയമായിരിക്കണം എന്നുള്ള വിശ്വാസത്തിലാണ് ഇത് പോകുന്നത്. വുമൻ ഫ്രണ്ട്ലി ആയിരിക്കും. അല്ല, ജെൻഡർ ഇക്വേഷൻസ് എല്ലാ ആർട്ട് ഫോമിലും ഉണ്ട്. അപ്പോൾ അത് നാച്ചുറലി ഇപ്പം സിംഗേഴ്സ് സ്ത്രീകൾ പാടുന്നുണ്ട്, പുരുഷന്മാർ പാടുന്നുണ്ട്. അപ്പോൾ അത് കേൾക്കാനും ഒക്കെ ഉള്ളൊരു സന്ദർഭമായിട്ടും കൂടി നമ്മൾ കൺസീവ് ചെയ്യപ്പെടും. വിവരങ്ങളുമായി വിഷ്ണു സുരേഷ് ചേരുന്നു. വിഷ്ണു, വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഈ വാർത്തയുടെ? സിനിമാ നയം എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് വിവാദമൊക്കെ ആകാൻ സാധ്യതയുള്ളതാണ്. എസ്കൈൻ, വളരെ ശ്രദ്ധിച്ചാണ് നയരൂപീകരണ സമിതി മുന്നോട്ട് പോകുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന പശ്ചാത്തലത്തിലാണ് സംസ്ഥാന സർക്കാരും സാംസ്കാരിക വകുപ്പും മലയാള സിനിമയ്ക്കൊരു നയം വേണം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുകയും ആ നയരൂപീകരണത്തിന് ഷാജി എൻ കാരുണിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തത്. ഏകദേശം 400-ലധികം സിനിമാ പ്രവർത്തകരെ കണ്ട് അവരുടെ നിർദ്ദേശങ്ങളെല്ലാം സ്വീകരിച്ചിട്ടുണ്ട്. മാക്ട, ഫെഫ്ക പോലുള്ള സംഘടനകളിൽ നിന്നും നിർദ്ദേശങ്ങൾ ലഭിച്ചു. അമ്മ അടക്കമുള്ള സംഘടനകളിൽ നിർദ്ദേശങ്ങൾ ലഭിച്ചു. 2 മാസത്തിനകം തന്നെ റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് കൈമാറുമെന്നാണ് ഷാജി എൻ കാരുൺ 24-നോട് പറഞ്ഞത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വേതനവും സുരക്ഷയും ആരോഗ്യവും താരങ്ങളുടെ അടക്കം അല്ലെങ്കിൽ ഈ സിനിമാ മേഖലയുമായി പ്രവർത്തിക്കുന്ന ആളുകളുടെ ഇത്തരം കാര്യങ്ങളെല്ലാം ശക്തമായി ഉറപ്പാക്കുന്ന തരത്തിലൊരു നയരൂപീകരണമായിരിക്കും ഉണ്ടാക്കുക. ഒപ്പം സ്ത്രീപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കും. ജെൻഡർ ഇക്വാലിറ്റി കൃത്യമായി നയത്തിലുണ്ടാകും. ഒരു 30 വർഷമെങ്കിലും നിലനിൽക്കുന്ന നയമായിരിക്കും നടപ്പാക്കുക. ഫിലിം ഇൻഡസ്ട്രി എന്ന് നിലവിൽ പറയുന്നുണ്ടെങ്കിലും വ്യവസായവൽക്കരിക്കപ്പെട്ടിട്ടില്ല ഫിലിം ഇൻഡസ്ട്രി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് വ്യവസായവൽക്കരിക്കപ്പെടുന്ന തരത്തിൽ കൂടി ഫിലിം ഇൻഡസ്ട്രി, മലയാള ഫിലിം ഇൻഡസ്ട്രി അത്തരത്തിൽ മാറ്റുന്നതിന് വേണ്ടി കൂടിയായിരിക്കും ഇങ്ങനൊരു നയം രൂപീകരിക്കുക. ഈ നയരൂപീകരണവുമായി ബന്ധപ്പെട്ട് കോൺക്ലേവ് നേരത്തെ പറഞ്ഞിരുന്നു നവംബറിൽ നടത്താനാണ് തീരുമാനിച്ചത്. പക്ഷേ സാങ്കേതിക കാരണങ്ങളായി നീണ്ടുപോവുകയാണ്. ഫെബ്രുവരിയോടുകൂടി ഈ കോൺക്ലേവ് നടത്തും. അതിനുശേഷമായിരിക്കും മലയാള സിനിമയ്ക്ക് മാത്രമായ ഒരു നയം ഉണ്ടാകും. ഒരു പക്ഷേ ഇന്ത്യൻ സിനിമയിൽ തന്നെ അത് ആദ്യമായിരിക്കും അത്തരത്തിലൊരു ഇനിഷ്യേറ്റീവ്. വലിയ പ്രതീക്ഷയോടുകൂടിയാണ് സിനിമാ ലോകം ഒന്നാകെ നോക്കിക്കാണുന്നത്. കുറ്റമറ്റ രീതിയിൽ തന്നെ ഈ നയരൂപീകരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഹൈക്കോടതി അടക്കം ഇടപെട്ട വിഷയമായതുകൊണ്ട് സർക്കാർ അക്കാര്യത്തിലൊരു കൃത്യമായ ജാഗ്രതയും പുലർത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, താങ്ക് യു വിഷ്ണു സുരേഷ്.